Hi guys, it's me, the Mallu Banker. Welcome back to a new video. So in this video, we will be discussing about the most important apps and YouTube channels that you should have as a beginner bank aspirant. അപ്പോൾ ഈ ഒരു ബാങ്ക് ആസ്പിരൻ്റ് എന്നുള്ള ആ ഒരു ലേബലിലോട്ട് എത്തുന്നതിന് മുൻപ് ഹായ് ഗായ്സ് ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. Welcome back to a new video. In this video, we will be discussing about the top apps and YouTube channels for banking preparation. ഓക്കെ, അപ്പോൾ ബാങ്ക് ആസ്പിരൻ്റ് ആവുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഒരു ബിഗിനർ ലെവൽ ബാങ്ക് ആസ്പിരൻറ്റിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ സോഴ്സസ് ഫോളോ ചെയ്യും, ഏതൊക്കെയാണ് ഫ്രീ സോഴ്സസ്, ഏതൊക്കെയാണ് പെയ്ഡ് സോഴ്സസ്, ഏതൊക്കെ യൂട്യൂബ് ചാനൽസിനെ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള പലതരം ഡൗട്ട്സും കാണും. അപ്പോൾ ഒരു ബിഗിനർ ലെവലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബാങ്കിങ് ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ ആപ്സ് വേണം നിങ്ങളുടെ കയ്യിൽ, ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് വേണം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ഞാൻ ഫ്രീ PDFs ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് ഏത് ആപ്സ് ആണ് ഉള്ളത് എന്ന് പറയാം. അത് ഞാൻ എവിടെയാണ് ആപ്സ് അവൈലബിൾ ആവുന്നത്, എവിടേക്കാണ് അതിൽ ഫ്രീ ടെസ്റ്റുകൾ കിട്ടുന്നത്, അങ്ങനെയുള്ളതും കാണിച്ചു തരാം. കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെയാണ് ഇതൊക്കെ ഫ്രീ സോഴ്സസ് ഉണ്ടെന്നറിയാം, ബട്ട് എവിടെയാണ് ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് കിട്ടുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആണ്. ബാക്കിയുള്ള ടെസ്റ്റ് സീരീസിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ടെസ്റ്റ് സീരീസ് എന്നുള്ള ഇടത്ത് നമ്മൾക്ക് ഫ്രീ ടെസ്റ്റുകൾ ലഭിക്കും. ഇതിൽ ഒരു ഒന്ന് രണ്ട് ഓരോ എക്സാമിനും ഉള്ള ഒരു മോക്ക് ഫ്രീ ആയിരിക്കും. ബാക്കി വരുന്നത് പേ ചെയ്ത് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ. അത് തന്നെ വളരെ കുറഞ്ഞ ചിലവ്, ഐ തിങ്ക് 3 വർഷത്തേക്ക് സംതിങ് 300 അങ്ങനെ എന്തോ ഒരു റേഞ്ച് ഉള്ളൂ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കുറച്ചുകൂടി ഭയങ്കര ലോ ലെവലായിരുന്നു, ബട്ട് ഇപ്പോൾ കുറച്ചുകൂടി അത് മെച്ചപ്പെട്ടിട്ട് നമ്മൾക്ക് അത്യാവശ്യം എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ലെവലായിട്ടുണ്ട്. അപ്പോൾ ക്ലർക്ക് എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ ടെക്സ്റ്റ് ബുക്ക് ആപ്പ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി സോഴ്സസ് കൂടുതൽ കാണും. ഇപ്പോൾ മോക്കൊക്കെയും ഞാനിത് ഈ ടെസ്റ്റ് സീരീസ് അവൈൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ തന്നെ നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ എക്സാംസ് എന്നുള്ള ഈ ടെസ്റ്റ് സീരീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ കിട്ടും, അതുപോലെ തന്നെ മെമ്മറി ബേസ്ഡ് കിട്ടും. ദെൻ അതല്ലാണ്ട് കുറേ ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. അത്യാവശ്യം അഫോർഡബിളും ആണ്. പാസ് പ്രോ ഒക്കെ ഉണ്ടെങ്കിൽ ലുക്ക് ഐ വിൽ ഷോ. ഇപ്പോൾ ഇയർലി 615 ആണ്. ഞാൻ ഇത് പർച്ചേസ് ചെയ്ത ടൈമിൽ 300 സംതിങ് ആ റേഞ്ച് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോ എനിക്ക് പാസ് പ്രോ ആണുള്ളത്. ഇത് ക്ലറിക്കൽ ലെവൽ എക്സാംസിനൊക്കെ ബെസ്റ്റാണ്. ദെൻ അതിലും ചില ഏരിയാസിലൊക്കെയും മീൻസ് നമുക്ക് പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. എന്നാലും ബിഗിനർ ലെവലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒരെണ്ണമുള്ളത് നല്ലതാണ്. ഇതിൽ ലൈവ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ലുക്ക്, ഇവിടെ ലൈവ് ടെസ്റ്റുകളായിട്ടുള്ള ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള മിനി ലൈവ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ബാങ്ക് എക്സാംസ്, കറണ്ട് അഫെയർസ് സ്പെഷ്യൽ മിനി ലൈവ് ടെസ്റ്റ്, അങ്ങനെയുള്ള ലൈവ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രീ ക്വിസസും അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ സോഴ്സസ് ഒന്നും ചെയ്യാനില്ല എങ്കിൽ ബാങ്ക് എക്സാംസിന് നോക്കുവാണെങ്കിൽ കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ടുള്ള ക്വിസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഫസ്റ്റ് വണ്ണാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. ഒരെണ്ണം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് നല്ലതാണ്. കാരണം ഇപ്പോൾ SSC എക്സാംസ് ഒക്കെ എഴുതുകയാണെങ്കിൽ പോലും ഇതിലെ ഒരു പാസ് പ്രോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC എക്സാംസിനും വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ലഭ്യമാകുന്നതായിരിക്കും. സോ ഫസ്റ്റ് വണ്ണാണ് ടെക്സ്റ്റ് ബുക്ക്. ഇതിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതിലൊന്ന് ലോഗിൻ ചെയ്തിടുന്നത് നല്ലതാണ്. ലൈവ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഒലിവ് ബോർഡ്.
ഒലിവ് ബോർഡിന് നല്ല ഒരു റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പായിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ് ഒലിവ് ബോർഡ്. അതിൽ ബട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് ടെക്സ്റ്റ് ബുക്കും ഗൈഡ്ലിയുമാണ്. ഒലിവ് ബോർഡിൽ സബ്സ്ക്രിപ്ഷൻ കുറച്ച് റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്നിരുന്നാലും ഇതിൽ നമ്മൾക്ക് ഇവിടെ മെമ്മറി ബേസ്ഡ് ടെസ്റ്റൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് ടെസ്റ്റുകൾ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ ലൈവ് ടെസ്റ്റുകൾ ധാരാളം ലഭിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മോക്ക് പർച്ചേസ് ചെയ്തെങ്കിലും ഇതൊക്കെ ഒന്ന് ലോഗിൻ ചെയ്തിടുകയാണെങ്കിൽ ലൈവ് ടെസ്റ്റുകൾ വരുമ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ SBI ക്ലർക്കിൻ്റെയൊക്കെ ഇവിടെ പ്രിലിംസിനൊക്കെ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ട് കിട്ടും, ഒരു മോക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഈ എല്ലാ ആപ്സിൻ്റെ ഒരു ഗുണം. ഒരു മോക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു എക്സാമിന് ഒരു മോക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സ്മാർട്ട് കിഡ. സ്മാർട്ട് കിഡയ്ക്ക് വളരെ നല്ല റിവ്യൂ കിട്ടിയിരിക്കുന്ന ഒരു ആപ്പാണ്. അതിൽ ടെസ്റ്റുകൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നല്ല അനാലിസിസും അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടെസ്റ്റ് സീരീസാണ് സ്മാർട്ട് കിഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടെസ്റ്റ് സീരീസ് ആണെങ്കിലും നമുക്ക് ലൈവ് മോക്കൊക്കെ കിട്ടും. ഇവിടെയും ലൈവ് മോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് നല്ല ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ സ്പീഡ് ഡ്രിൽസ് അവൈലബിൾ ആണ്. സ്പീഡ് ഡ്രിൽസ് നല്ലതാണ്. ഓക്കെ, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളവർക്ക് സ്പീഡ് ഡ്രില്ല് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സ്മാർട്ട് കിഡയിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളതാണ് അതിൻ്റെ കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ടുള്ള CA മോക്ക് ഡ്രിൽസ്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് അതിൽ നമുക്ക് PDFസും കിട്ടും, അതിൻ്റെ തന്നെ ക്വിസസും അവൈലബിൾ ആണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് രീതിയിലുള്ള ഒരു രീതിയാണ് സ്മാർട്ട് കിഡ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിൽ അഫോർഡ് ചെയ്യാമെങ്കിൽ സ്മാർട്ട് കിഡ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഗൈഡ്ലി. ഗൈഡ്ലിയിൽ മെയിനായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ ആണ്. ഓക്കെ, ഒരു 116 സംതിങ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഒരു 6 മന്ത്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഈ ഗൈഡ്ലിയുടെ തന്നെയുള്ള മോക്സാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ മോക്ക് എന്ന് പറയുന്നത് എക്സാം ലെവലിനോട് അടുത്ത് നിൽക്കുന്ന ലെവലുമാണ്. അതുപോലെ തന്നെ നമുക്ക് സെക്ഷണൽ ടെസ്റ്റുകളും ലഭിക്കും. ഓക്കെ, SBI ക്ലർക്കിനാണെങ്കിൽ തന്നെ ഇപ്പോൾ SBI പ്രിലിംസിൽ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റും കിട്ടും, അതുപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റും കിട്ടും. അതല്ലാണ്ട് ഒരു സ്റ്റാർട്ടർ മോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നമ്പർ ഓഫ് മോക്സ് നമ്മൾക്ക് എന്ത് കിട്ടും, ഈ ഗൈഡ്ലിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ മെറ്റീരിയൽസ്. ഓക്കെ, കുറേ പേർക്ക് ഇങ്ങനെ ഡൗട്ടുണ്ട്, ഫ്രീ PDF എന്ന് പറയുന്നു, അത് എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഈ മെറ്റീരിയൽസ് എന്നുള്ള ഒരു സെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഫ്രീ PDFs അവൈലബിൾ ആണ്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഗൈഡ്ലിയുടേത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഗൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിനും കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സ്മാർട്ട് കിഡ ഒക്കെ ആണെങ്കിലും CA മോക്ക് ഡ്രില്ലിന് 300 സംതിങ് റേഞ്ചാണ്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതൊരു ഭയങ്കര പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരും. അതിലും നല്ലത് ഗൈഡ്ലി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഗൈഡ്ലി പർച്ചേസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ദെൻ ഇവിടെ ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പോൾ പ്രിലിംസിൻ്റെ എക്സാം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ലെവൽ ബണ്ടിൽസ് കിട്ടും. 100 DA ആൻഡ് കേസ് ലൈറ്റ് ഫോർ IBPS PO. ഇങ്ങനെ ധാരാളം ഫ്രീ PDFs നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് റീസണിങ് ആണ്. ഇപ്പോൾ റീസണിങ് PDFs നോക്കുവാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ സിലോജിസത്തിൻ്റെ PDFs ആണ് വേണ്ടതെങ്കിൽ ഇവിടെ PDFs അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വേറെ ഒന്നും പ്രാക്ടീസ് ചെയ്യാനില്ലാത്തവർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ്. ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഗൈഡ്ലിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഗൈഡ്ലി ആണ്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ആണ് മോക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പ്രാക്ടീസ് മോക്കും ഞാൻ സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ഇതുവരെയും എടുത്തിട്ടില്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ ഇതിൽ ടോപ്പിക് ടെസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് തുടക്കം മുതലേ ചെയ്തു വരുന്നതാണ്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രാക്ടീസ് മോക്കിലുള്ളത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെയും റേറ്റ് കുറച്ച് കൂടുതലാണ് പ്രാക്ടീസ് മോക്കിലും.
അപ്പോൾ ടോപ്പിക് ടെസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മെയിൻസ് ലെവൽ ആണെങ്കിലും നമുക്ക് ഫ്രീ ടോപ്പിക് ടെസ്റ്റുകൾ ലഭിക്കും. കറണ്ട് അഫയേഴ്സിനാണെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഫെബ്രുവരിയിലെയൊക്കെ വീക്ക്ലി ലുക്ക് ഇവിടെ എല്ലാത്തിൻ്റെയും എന്താണ് മോക്ക് ടെസ്റ്റ് 50 ക്വസ്റ്റ്യൻസിൻ്റെ വെച്ചിട്ട് നമ്മൾക്ക് ലഭിക്കും. സോ ഇവിടെയും ഞാൻ ചെയ്യുന്നത് എന്താണ് ഇതുപോലുള്ള ടോപ്പിക് ടെസ്റ്റുകൾ മാത്രമാണ് ഗൈഡിൽ നിന്നും ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുകൂടാതെ വേറെയും ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാവുന്ന ആപ്സ് ഉണ്ട് ഫോണിലൊക്കെ ആണെങ്കിലും. അതിൽ ചിലത് ഞാൻ പറയാം. സോ ഫസ്റ്റ് വൺ ആണ് കോൺസ്റ്റൻറ്റ് ഗൈഡ്, ദെൻ ഉള്ളതാണ് യെസ് ഓഫീസർ, ദെൻ ഉള്ളതാണ് കരിയർ ഡിഫൈനർ. ഇതൊക്കെയും എന്താണ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിലൊക്കെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് PDFസും അതുപോലെ തന്നെ ക്വിസസും ഒക്കെ അവൈലബിൾ ആവുന്നതാണ്. സോ അതൊക്കെയും ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഫ്രീ ക്വിസസും അതുപോലെയുള്ള പ്രാക്ടീസ് PDFസും ഒക്കെ ലഭിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. സോ അതും ഒന്ന് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതുപോലെ വേറൊരു ആപ്പും കൂടെ അഡ്ഡ. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫുൾ അഡ്ഡ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. കാരണം വേറെ പെയ്ഡ് സോഴ്സസ് ഒന്നും യൂസ് ചെയ്യാതെ അഡ്ഡ വെച്ച് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡെയിലി ക്വിസസ് അവൈലബിൾ ആണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലെ ക്വിസസ് നല്ല എന്താണ് നമ്മുടെ പ്രിപ്പറേഷൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഒരു ഇടക്കാലത്ത് മൊത്തം ഞാൻ എന്താണ് അഡ്ഡയിലെ ക്വിസസ് ആയിരുന്നു ചെയ്തിട്ടുള്ളത്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വേറെ ഒന്നും പർച്ചേസ് ചെയ്യാനില്ലെങ്കിൽ പോലും ഈ അഡ്ഡയിലെ ക്വിസസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പ്ലെൻറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആപ്സ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഫ്രീ ആയിട്ട് നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ എന്താണ് വേറെ പെയ്ഡ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഫ്രീ സോഴ്സസ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതും ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് യൂട്യൂബ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് കോഴ്സ് ആയിട്ടും ഉള്ളത് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ്. നിമിഷ ബെൻസിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്ലാസ്സസുമാണ് ഈ മാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മാമിൻ്റെ തന്നെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ PDFസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ലൊരു സോഴ്സാണ് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അത് എന്താണ് നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നല്ല എക്സ്പ്ലനേഷൻസും ഒക്കെയാണ് മാം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു സാറാണ്. നെക്സ്റ്റ് വിശാൽ പരിഹാർ സാറ്. ഇദ്ദേഹം അൺ അക്കാഡമിയിലാണ് ടീച്ച് ചെയ്യുന്നത്. സോ ഈ സാറിൻ്റെ ക്ലാസ്സസും നല്ല ക്ലാസ്സസാണ്. ഞാൻ ഇംഗ്ലീഷിന് ഫോളോ ചെയ്യുന്നത് നിമിഷ മാമിനെയും വിശാൽ സാറിനെയുമാണ്. അതല്ലാതെ അഡ്ഡയിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബട്ട് അത് ഭയങ്കര ഒരു ഈസി ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്ഡയിലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നാലും നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ് കുറച്ചുകൂടി നല്ലത്. ബിഗിനർ ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. സോ അഡ്ഡയിലും നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അവിടെയും സന്തോഷ് എന്ന് പറഞ്ഞൊരു സാറാണ് പഠിപ്പിക്കുന്നത്. നല്ല ക്ലാസ്സസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബിഗിനർ ലെവലിൽ ഇപ്പോൾ ഹിന്ദി ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ്സസ് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് സാറ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്ലാസ്സസും. നിങ്ങൾ ബിഗിനർ ലെവലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കണം. ഓക്കെ, ദെൻ മെയിൻസ് ലെവലിൽ നിമിഷ മാമിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ വിശാൽ സാറിൻ്റെ ക്ലാസ്സസും ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് അഡ്ഡാനെ കുറിച്ചിട്ട് പറയാം. അഡ്ഡായിൽ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാൺസ്, ജനറൽ അവയർനെസ് എല്ലാത്തിനുമുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. ബിഗിനർ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ഡ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൽ റീസണിങ്ങിന് സൗരവ് സാറാണുള്ളത്. സാറിൻ്റെ ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ടുണ്ട്. ഞാൻ എൻ്റെ ബിഗിനർ ലെവൽ ടൈമിൽ ഈ സാറിനെയും സൗരവ് സാറിനെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സൗരവ് സാറിനെയും അതുപോലെ തന്നെ ഓക്കെ, ഞാൻ ബിഗിനർ ലെവലിൽ കൂടുതലും കണ്ടിട്ടുള്ളത് സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. നല്ല മീൻസ് പസിൽസൊക്കെ എനിക്ക് എന്താണ് ഒന്നും മനസ്സിലാവാവുന്ന ടൈമിൽ പോലും ഞാൻ സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് കണ്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ബിഗിനർ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് കണ്ടു നോക്കാം. നല്ല ഇഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആണ്. അഡ്ഡയിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ദെൻ വേറെ റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പുനീത് സർ. പുനീത് സാറിനെ ഞാൻ മെയിൻസ് ലെവലിലാണ് ഫോളോ ചെയ്യുന്നത്. പുനീത് സാർ അൺ അക്കാഡമിയിലാണ് പഠിപ്പിക്കുന്നത്. വളരെ നല്ല ക്ലാസ്സസ് ആണ്. എന്താണ് നോൺ ഹിന്ദി സ്റ്റുഡൻസിനും അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സസ് തന്നെയാണ് പുനീത് സാറിൻ്റെ ക്ലാസ്സസ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ആണ് അങ്കുഷ് ലംബ സാറിൻ്റെ ക്ലാസ്സസ്.
അങ്കുഷ് ലാംബ സാറിൻ്റെ ക്ലാസ്സസും നല്ല എന്താണ് നല്ല രീതിയിലുള്ള ക്ലാസ്സസാണ്. ബട്ട് ഞാൻ കൂടുതലും അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ടില്ല. എന്താണ് പസിൽസിലൊക്കെയും ഞാൻ എന്താണ് എൻ്റെ തുടക്ക സമയത്തിൽ സൗരവ് സാറിനെ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഈ സാറിൻ്റെ ട്രിക്സ് ഒന്നുമല്ല അവർ പറയുന്നത്. സോ എനിക്ക് എന്താണ് ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ആ ലെവൽ ഓഫ് ട്രിക്കുകളുമാണ് കുറച്ചുകൂടി റീസണിങ്ങിൽ പസിൽസ് ചെയ്യാൻ എന്താണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് പറ്റുന്നത്. സോ നിങ്ങൾക്ക് അങ്കുഷ് സാറിൻ്റെ ക്ലാസ്സസ് പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. സാറ് ത്രെഡ് മെത്തേഡ്സ് വെച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ത്രെഡ് മെത്തേഡ്സ് ചെയ്യാൻ നോക്കി, ബട്ട് എന്നാലും അത് ഫെയിലായി. സോ അതുകൊണ്ട് ഞാൻ എന്താണ് സാധാ രീതിയിലുള്ള പസിൽ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നിങ്ങൾ അങ്കുഷ് ലംബ സാറിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ത്രെഡ് മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, റീസണിങ്ങിന് ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് ക്വാൺസ്. ക്വാൺസിന് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും നല്ലത് അഡ്ഡായിലെ നവനീത് സാറാണ്. ഓക്കെ, എനിക്ക് സാറിൻ്റെ ടീച്ചിങ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബേസിക് ലെവൽ ഞാൻ അഡ്ഡായിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നവനീത് സാറിൻ്റെ ക്ലാസ്സസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ദെൻ അതല്ലാതെ ഈ ശാന്തനു ശുക്ല എന്ന് പറയുന്ന സാറിൻ്റെ ക്ലാസ്സസും കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും നവനീത് സാറിൻ്റെ ക്ലാസ്സസാണ് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ തന്നെ വൈറൽ മാത്സ് നവനീത് സാറിൻ്റെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം. ദെൻ ക്വാൺസിന് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെവലിനാണ് കൗശിക് സാറ്. കൗശിക് സാറിനെയാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. കൗശിക് സാറ്, ഹർഷൽ സാറ്, ആശിഷ് സാറ്, ഇവരെ 3 പേരെയുമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിലും കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് ആണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടി എന്താണ് നമ്മളെ എൻഗേജ് ചെയ്ത് വെക്കുന്ന ക്ലാസ്സസ് ആയിട്ട് എനിക്ക് ഈ സാറിൻ്റെ ക്ലാസ്സസ് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഹിന്ദി മനസ്സിലാകും എന്നുണ്ടെങ്കിൽ കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് കാണുന്നത് വളരെ നല്ലതാണ്. ഇതിലെ മെയിൻസ് ലെവൽ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് കരിയർ ഡിഫൈനർ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലാണുള്ളത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക, മനസ്സിലാവുമെങ്കിൽ ഫോളോ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് ആശിഷ് അറോറ. ആശിഷ് അറോറ സ്റ്റഡിഫൈഡ് യൂട്യൂബ് ചാനലാണ്. സാറിൻ്റെ ക്ലാസ്സസ് നല്ല ക്ലാസ്സസ് ആണ്. മെയിൻസ് ലെവലിൽ ഞാനിപ്പോൾ സാറിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾ കണ്ടു നോക്കുക. നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ്. കൂടുതലും ഹിന്ദി ക്ലാസ്സസ് റെക്കമെൻഡ് ചെയ്യുന്നത്. മലയാളത്തിൽ അത്രയും നല്ലൊരു ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. സോ ആശിഷ് സാറിനെയും ഫോളോ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് ഹർഷൽ അഗർവാൾ. ഹർഷൽ അഗർവാൾ സാറ് ഇദ്ദേഹത്തിൻ്റെ ക്വാൺസിൻ്റെ ക്ലാസ്സസും നല്ല എന്താണ് റിവ്യൂസ് ഉള്ള ക്ലാസ്സസ് ആണ്. ഓക്കെ, ഇത് കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാറ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്താണ് ജസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ അഡ്ഡായിൽ നിന്ന് തുടങ്ങി ദെൻ കൗശിക് സർ, ആശിഷ് സർ, ദെൻ ഹർഷൽ സർ, അങ്ങനെ വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത്രയുമാണ് ക്വാൺസിനുള്ളത്. ദെൻ അതുപോലെ തന്നെ അഡ്ഡായിലുള്ള സാറാണ് അരുൺ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സസും നല്ലതാണ്. സോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇത്രയും ഒക്കെ സോഴ്സസ് ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ നിന്ന് ആരെ ഫോളോ ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളെയാണ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഓക്കെ, ഇപ്പോൾ ഇത്രയും സോഴ്സസ് ആണ് നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ സോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മലയാളീസിനൊക്കെ ആകുമ്പോൾ ഹിന്ദി കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ദെൻ ജനറൽ അവയർനെസ്. GAക്ക് അഫയേഴ്സ് ക്ലൗഡിൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അതിൽ വീക്ക്ലി മന്ത്ലി എല്ലാം വീഡിയോസ് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഒരു ഗുണം. കാരണം നമുക്ക് ഇംഗ്ലീഷിൽ അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ബേസിസിൽ അവൈലബിൾ ആണ്, വീക്ക്ലി അവൈലബിൾ ആണ്, മന്ത്ലി അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് അഫയേഴ്സ് ക്ലൗഡ്. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് അഡ്ഡായിലെ ആശിഷ് ഗൗതം സർ. ആശിഷ് ഗൗതം സാറിന് ഡെയിലി ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ് വേറെയും ഫോളോ ചെയ്യാം. ഇത് ഡെയിലി ക്ലാസ്സസ് അവൈലബിൾ ആണ്. നല്ല റിവ്യൂസ് ഉള്ള ക്ലാസ്സസ് ആണ്. ഇത് വേണമെങ്കിൽ ഡെയിലി ഫോളോ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് കപിൽ കാത്പാൽ. കപിൽ കാത്പാൽ സാറിൻ്റെ എന്താണ് ഭയങ്കര ഹിന്ദി ഉള്ളത് കൂട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ കപിൽ കാത്പാൽ സാറ് അദ്ദേഹം സ്റ്റഡി നീതിയിലാണ് പഠിപ്പിക്കുന്നത്. സോ നിങ്ങളിതും ഒന്ന് കണ്ടു നോക്കുക. നല്ല ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഏരിയ ഒരാൾ പഠിപ്പിച്ചാൽ ശരിയാവുമെങ്കിൽ വേറൊരു ഏരിയ ചിലപ്പോൾ വേറൊരാൾ പഠിപ്പിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്.
ഓക്കെ, എൻ്റെ കേസിൽ എനിക്ക് പെർസെൻറ്റേജ് ഒക്കെ അഡ്ഡയിൽ നിന്നും നവനീത് സാർ പഠിപ്പിച്ചു എല്ലാം മനസ്സിലായെങ്കിലും എനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് അതൊക്കെ കൗശിക് സാർ പഠിപ്പിച്ചപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലായത്. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് പല ടീച്ചേഴ്സ് പല ടോപ്പിക്സിലും ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ദെൻ കപിൽ കാൽപാൽ സാർ കഴിഞ്ഞിട്ടാണ് ദെൻ എസ് ഓഫീസറിലുള്ള ഖുഷ് സാറ്. അത് നമുക്ക് കറണ്ട് അഫയേഴ്സിന് നല്ല ഒരു ക്ലാസ്സാണ്. കാരണം ഇതിലവർ PDF ഇംഗ്ലീഷിലാണ് തരുന്നത്. സോ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെയും കാര്യങ്ങൾ മനസ്സിലാവും. ഇവരൊക്കെ ഈ ഒരു മെയിൻസിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ മാരത്തോൺസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. സോ ഈ സാറ് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ റിവ്യൂസ് ഒത്തിരി കണ്ടിട്ടുണ്ട് ഖുഷ് സാറിൻ്റെ ക്ലാസ്സസ്. ഓക്കെ, ഇത്രയുമാണ് അപ്പോൾ ജനറൽ അവയർനെസ്സിനുള്ളത്. അതല്ലാണ്ട് അഡ്ഡയിലും ഉണ്ട്, ബട്ട് അഡ്ഡ ഞാൻ അത്രയും അഡ്ഡയിൽ വേറൊരു സാറും കൂടെ ഉണ്ട്, ബട്ട് അതിലും ആശിഷ് സാറിൻ്റെ ക്ലാസ്സസിനാണ് കുറച്ചുകൂടി ഒരു റിവ്യൂസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഫ്രീ സോഴ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ക്ലാസ്സെങ്കിലും ഒന്ന് കണ്ടു നോക്കുക, ഒരു ബിഗിനർ ലെവലാണെങ്കിൽ. അതല്ലാതെ മലയാളത്തിലെ വെരാന്ത റേസ് മലയാളത്തിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇതിൽ ഡെയിലി ഇവർ വരാന്തയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് പോകുന്നുണ്ട് ഡെയിലി. അപ്പോൾ അത് ആ മിസ്സ് പഠിപ്പിക്കുന്നത് നല്ല മനസ്സിലാവുന്ന ആണ്. മലയാളത്തിലാണ്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സോ ഈ ക്ലാസ്സസ് ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഹിന്ദി കണ്ടതിന് പുറമെ ഈ മലയാളം ക്ലാസ്സസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. ഓക്കെ, ദെൻ ഇതാണ് മലയാളത്തിലുള്ളത്. ദെൻ അഡ്ഡ ഉണ്ട് മലയാളത്തിലുണ്ട്. അവരും നല്ല ക്ലാസ്സസൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാൻ പറ്റുന്ന രീതിയിൽ, കാരണം ഇവരൊക്കെ PSCക്കാണ് കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ബാങ്ക് എക്സാമിന് മലയാളത്തിൽ ഈ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, ബാങ്ക് മലയാളം ലെവൽ ഇതിലും ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ സാറൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എൻട്രി മലയാളം നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ ഇവരൊന്നും കൺസിസ്റ്റൻ്റ് അല്ലായിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണമല്ലോ ഫോളോ ചെയ്യാൻ. സോ എൻട്രിയും ഇടയ്ക്കൊക്കെ അവർ ക്ലാസ്സസ് ഇടുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളതാണ് സൈലം നല്ല. ഓക്കെ, എനിക്ക് ബാച്ചസിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, ബട്ട് യൂട്യൂബിൽ ഫ്രീ സോഴ്സസിൽ സൈലം നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ മാത്സ് ഒക്കെ പഠിപ്പിക്കുന്നത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സൈലം നല്ല ഇതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ, ഇവരും കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊക്കെ ഒരു കൂടെ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സസും ഇത്രയും സോഴ്സസുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ ഓക്കെ, എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഓക്കെ, ബിഗിനർ ലെവലിൽ അഡ്ഡ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവാൻ, ഹിന്ദിയുമായിട്ടൊക്കെ ഒന്ന് പരിചയം വരാനൊക്കെ അഡ്ഡ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഓരോന്നിലോട്ടും ഓക്കെ, പറഞ്ഞതുപോലെ ഓരോന്നിലോട്ടും വരുന്നതാണ് നല്ലത്. അതല്ലാതെ മലയാളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങിന് ചേരുന്നവർ കാണും. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കുന്നവർ കാണും. അങ്ങനെയുള്ളവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സസിൽ നിന്നും കുറച്ചൊക്കെ കിട്ടിയാലും മതിയാകും. അപ്പോൾ ജസ്റ്റ് ഫുള്ളി യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഹിന്ദി ക്ലാസ്സസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അഡ്ഡ തുടങ്ങുക. അഡ്ഡയിൽ ഈ മാരത്തോൺ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. 0 to ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാച്ചസൊക്കെ പഴയ 2-3 വർഷം പഴക്കമുള്ള വീഡിയോസ് ആയിരിക്കും. എന്നാലും അതൊക്കെ തന്നെയാണ് നല്ലത്. കാരണം ഞാൻ അഡ്ഡയിൽ 0 to ഹീറോ എന്നുള്ള യൂട്യൂബ് അവർക്കൊരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ആ പ്ലേലിസ്റ്റിൽ നിന്നാണ് ബേസിക്സ് ഒക്കെയും ക്ലിയർ ആക്കിയത്. ഓക്കെ, ഞാനും ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് ചേർന്നതായിരുന്നു, ബട്ട് അത്രയും ഇഫക്റ്റീവ് അല്ലായിരുന്നു. സോ എൻ്റെ ബേസിക്സ് ഫുള്ളി ഞാൻ ക്ലിയർ ചെയ്തത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. ആ സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.